വാട്ട് എ ത്രില്ലിംഗ് മാച്ച്. ബ്രസീൽ സ്പെയിൻ പോരാട്ടം ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആവേശകരമായിരുന്നു. 3-3 എന്ന സ്കോറിനാണ് ഇരു ടീമുകളും ഗോളടിച്ചു പിരിഞ്ഞത്. 3 പെനാൽറ്റികൾ കണ്ട ത്രില്ലർ പോരാട്ടത്തിനൊടുക്കമാണ് ഇരു ടീമുകളും ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞത്. വിജയമുറപ്പിച്ചിരുന്ന സ്പെയിനിന് അവസാന നിമിഷം പക്കേറ്റ് നേടിയ ഗോളിലൂടെയാണ് ബ്രസീൽ സമനിലയിലേക്ക് തിരികെ എത്തുന്നത്. മത്സരത്തിൽ 2 ഗോളുകൾക്ക് ലീഡെടുത്തത് ആദ്യം സ്പെയിൻ ആയിരുന്നു. 12-ാം മിനിറ്റിൽ റോഡ്രി പെനാൽറ്റിയിലൂടെ സ്പെയിനിനെ മുന്നിലെത്തിച്ചു. കളിയുടെ 36-ാം മിനിറ്റിൽ ഒൽമോ നേടിയ ഗോളിലൂടെ സ്പെയിൻ 2 ഗോളുകൾക്ക് മുന്നിലെത്തി. എന്നാൽ 2 മിനിറ്റിനകം റോഡ്രിഗോ ഗോൾ കൂടി നേടിയതോടുകൂടി ഹാഫ് ടൈമിന് പിരിയുമ്പോൾ 2-1 എന്ന സ്കോർ നിലയിൽ ആദ്യ പകുതി പിരിഞ്ഞു. 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ യുവ സൂപ്പർ താരമായ എൻട്രിക്കെ ഈ മത്സരത്തിലും ഗോളടിച്ച് ബ്രസീലിനെ മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചു. എന്നാൽ കളി അവസാനിക്കാൻ 4 മിനിറ്റ് ശേഷിക്കെ 87-ാം മിനിറ്റിൽ റോഡ്രി വീണ്ടും സ്പെയിനിനായി പെനാൽറ്റിയിലൂടെ ഗോൾ നേടി. വിജയം ഏതാണ്ട് സ്പെയിൻ ഉറപ്പിച്ചു എന്ന മട്ടിൽ നിൽക്കെയാണ് 95-ാം മിനിറ്റിൽ ബ്രസീലിന് അനുകൂലമായി പെനാൽറ്റി ലഭിക്കുന്നത്. പെനാൽറ്റി എടുത്ത പെക്കേറ്റയ്ക്ക് ലഭിച്ചില്ല. കൃത്യമായി തന്നെ താരം ലക്ഷ്യം കാണുകയും ചെയ്തു. മറ്റൊരു ആവേശകരമായ മത്സരം കൂടി ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും അപ്ഡേറ്റുകളുമായി ഇനിയും കാണാം.